ഹായ്, ഇതൊരു ബാക്ക് പാക്കിംഗ് വ്ലോഗാണ്. ഞാൻ കോളേജൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പോവാ. സോ കോളേജിലേക്ക് വേണ്ട കുറച്ച് എസെൻഷ്യൽസ് ഒക്കെ പാക്ക് ചെയ്യുന്ന വീഡിയോ ആണ് ഇത്. ആദ്യത്തെ ഒരു പാർട്ടിൽ ഞാൻ മേടിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അത് എവിടുന്നൊക്കെയാ മേടിച്ചതെന്നും ആ ഒരു കുറച്ച് ഡീറ്റെയിൽസോ കുറച്ച് ക്ലിപ്സ് ഒക്കെ ആയിരിക്കും ആദ്യത്തെ ഒരു പാർട്ടിൽ. ആൻഡ് സെക്കൻഡ് പാർട്ടിൽ ബാക്ക് പാക്കിംഗ് വ്ലോഗ് ആയിരിക്കും. സോ തുടങ്ങാല്ലേ? ഫസ്റ്റ് തന്നെ ലോണ്ടറി ബാസ്ക്കറ്റ് നിന്നാട്ടോ തുടങ്ങുന്നത്. SM സ്ട്രീറ്റിലുണ്ട് സാധനം. രാത്രി ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയപ്പോ. സോ ഒട്ടുമിക്ക ഷോപ്പും ക്ലോസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു പ്ലേറ്റ് തപ്പി കുറേ ഷോപ്സിൽ പോയി. നോ രക്ഷ. സൈഡ് വോൾസ് കുറച്ച് നീളമുള്ള ടൈപ്പ് ഓഫ് പ്ലേറ്റ്സ് ആണ് എനിക്ക് വേണ്ടത്. എവിടെയില്ല. ഞാൻ കറക്റ്റ് മനസ്സിൽ കണ്ടത് എവിടെയില്ലാത്തോണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ച് ഇറങ്ങി. ഈ വീഡിയോസ് ഒക്കെ ഒറ്റയടിക്ക് എടുത്തതല്ല കേട്ടോ, പല പല ദിവസം പോയ വീഡിയോസ് ആണ്. പിന്നെ പോയത് എജുമാർട്ടിലാണ്. അവിടെ പോയാൽ പിന്നെ സ്വർഗം കണ്ട മാതിരിയാ എനിക്ക്. ഭാഗ്യം ഒരു സ്റ്റേഷനറി പൗച്ച് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ എജുമാർട്ടിന്റെ ഓപ്പോസിറ്റ് ഒക്കെ ആയിട്ട് കുറെ അത്തർ ഷോപ്പ് ഇല്ലേ, അവിടെ ഒരു ഷോപ്പ് നിന്നാ ഞാൻ എപ്പോഴും അത്തർ എടുക്കാറ്. അവിടെ പോയി അത്തറും പിന്നെ പെർഫ്യൂംഡ് ക്രീമൊക്കെ റീസ്റ്റോക്ക് ചെയ്ത്. ഇതൊക്കെ അവിടെ കിട്ടുമെന്ന് പറയാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ ഒരു വേപ്പറൈസറും മൗത്ത് വാഷും മേടിച്ചിട്ടുണ്ട്. മൗത്ത് വാഷ് പല്ലുപുളിപ്പിനുള്ളതാട്ടോ. പിന്നെ ഒരു ക്യൂട്ട് കീ ചെയിൻ ഫ്രം SM സ്ട്രീറ്റിലെ ഏതോ ഒരു ഷോപ്പ്. പിന്നെ ഞാൻ മലാപ്പറമ്പ് വിൻഫെയറിൽ അല്ലറ ചില്ലറ സാധനം വാങ്ങാൻ പോയപ്പോ അതാ എന്റെ ജിമ്മിലെ ഒരു ഫ്രണ്ട്. ഇനി പാക്കിങ് തുടങ്ങാല്ലേ? എന്റെ പഴയ സ്റ്റേഷനറി പൗച്ച് കീറിപ്പോയി. സോ ഒരു ഫയലിലാണ് ഇപ്പോൾ അതെല്ലാം ഉള്ളത്. ഇനി അതൊക്കെ പുതിയ വേർഡ്സിലേക്ക് ട്രാൻസ്ഫർ ആക്കാം. ഇതിൽ എന്തൊക്കെയാ വെക്കുന്നതെന്ന് ഓടിച്ചൊന്ന് പോവാല്ലേ? കളർ പെൻസില്, ബ്രഷ് പെൻ, ബ്രഷസ്, കളർ പെൻ, സ്കെയിൽ, ഷാർപ്നർ, ഇറേസർ, ഗ്ലൂ, പിന്നെ എന്റെ പെൻ നൈഫ്. ഇനി എവിടെയെങ്കിലും എന്തേലൊക്കെ കാണാണേല് ഇതിലോട്ട് ഇടാം. അല്ലേലും ഒരു സാധനം പാക്ക് ചെയ്ത് പൂട്ടി വെച്ചാ എനിക്ക് പിന്നെ 100 പ്രാവശ്യം അത് തുറക്കേണ്ടി വരും. ഇനി മെഡിക്കൽ സാധനങ്ങളെല്ലാം വെക്കാം. സാനിറ്ററി പാഡ്, പിന്നെ അത്യാവശ്യം വേണ്ട എമർജൻസി മെഡിസിൻ ആൻഡ് എന്റെ പേഴ്സണൽ മെഡിസിൻസ് എല്ലാം. ഇനി ബോഡി മോയ്സ്ചറൈസർ, സാനിറ്റൈസർ, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പെപ്പർ സ്പ്രേ. എവിടെയെങ്കിലും ഒറ്റക്കൊക്കെ പോവാണേൽ ഒന്ന് കരുതിയിരിക്കണ്ടേ. പിന്നെ അലോവേറ ജെൽ. ഇതിപ്പോ ഞാൻ ഹെയറിൽ മാത്രമേ തേക്കാറുള്ളൂ. ഒരു കോഫി മഗ് എക്സ്ട്രാ വെക്കുന്നുണ്ട്. എനിവേ സ്റ്റീലിൻ്റെതും എടുക്കുന്നുണ്ട്. ഇത് SM നിന്ന് മേടിച്ച ക്ലോത്ത് ലൈൻ ആണ് കേട്ടോ. അവിടെ ചെന്നിട്ട് വേണം ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ. പിന്നെ കൊട. ഈ റെഡ് ബോക്സിലുള്ളത് ഫുൾ ഗോൾഡ് ജ്വല്ലറി ആണ് കേട്ടോ. ഞാൻ ഗോൾഡ് മാത്രം വൈറ്റ് ക്ലോത്തിലാക്കിയിട്ടാണ് വെക്കാറ്. എംബ്രോയിഡറി ഹൂപ്സ് ഓൾസോ വെക്കുന്നുണ്ട്, ആവശ്യം വന്നാലോ. പിന്നെ ഈ പെട്ടീസ് ഓഫ് എംബ്രോയിഡറി ത്രെഡ്സ് ഞാൻ കളർ കോർഡിനേറ്റ് ആക്കിയിട്ടാ വെച്ചത്. കഴിവ് തന്നല്ലേ. പിന്നെ കുറച്ച് ന്യൂസ് പേപ്പർ വെക്കുന്നുണ്ട്, എന്തായാലും ആവശ്യം വരും. ഇതൊരു പേഴ്സണൽ ജേർണൽ ആണ്. ഇതിലും മൊത്തം വാട്ടർ കളർ ആണ്. ഇനി എൻ്റെ ഓൾറെഡി ഉള്ള സ്കെച്ച് ബുക്ക് ആൻഡ് നോട്ട്ബുക്സ് കുറച്ച് എടുത്ത് വെക്കുന്നുണ്ട്. കണ്ടില്ലേ, എത്ര അറേഞ്ച് ചെയ്താലും എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടൂല. പിന്നെയും മാറ്റിക്കൊണ്ട് നിൽക്കും. ഇത് കുറച്ച് ആക്രിലിക് കളേഴ്സ് ആണ്. വർക്ക് ചെയ്യുന്നുണ്ടോന്ന് പോലും അറിയില്ല. ഈ ഒരു കാലിപ്പെട്ടി ഇല്ലേ, ഇനി വേണോ ഇതൊക്കെ ഫില്ല് ചെയ്യാൻ. പിന്നെ കുറച്ച് വൂളൻ ത്രെഡ്സ് ക്രോഷേ ചെയ്യാനോ അല്ലെങ്കിൽ വീവിങ്ങിനോ ആവശ്യം വരും. ഇത് എന്റെ സൂചി ഞാൻ നൂലിട്ട് വെക്കുന്ന പെട്ടിയാണ്. എന്റെ ലാപ്പിന് ക്യാമറ ഇല്ല, സോ അതിന്റെ ക്യാമറ ആണ് ഓറഞ്ച് ബോക്സിൽ. പിന്നെ ഒരു ഇഞ്ച് ടേപ്പ് ജസ്റ്റ് ഇൻ കേസ്. സിസേഴ്സ് കൂടി ഇതിലിടാം. ഈ ഒരു കവറിൽ മൊത്തം സെലോ ടേപ്പ്, ഗ്ലൂ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. ഇതിലാണെങ്കിൽ ഫുൾ പെൻസിൽസ്. വലിയൊരു നൈസിലിന്റെ പൗഡർ ഓഫറിന് എടുത്തതായിരുന്നു. ഇതില് ഫുൾ സ്പെയർ ഫോൺ കേസസ് ആണ്. ഇതെന്റെ ക്ലോത്ത് ഹാങ്ങർ. ഇത് ആക്ച്വലി എന്റെ ലൈഫ് സേവർ ഒക്കെ പോലെയാ. പെട്ടി ഇപ്പത്തേക്ക് പൂട്ടിയിട്ടുണ്ട്. മിക്കവാറും 2 സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ തുറക്കും. കട്ടിംഗ് ബോർഡ് എന്തായാലും ആവശ്യം വരും. പിന്നെ മസ്റ്റ് ആയിട്ട് ടോയ്ലറ്ററി ബാസ്ക്കറ്റ്. അതിൽ ഇപ്പത്തേക്ക് ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ കുത്തി നിറച്ചിട്ടുണ്ട്, സ്പേസ് ലാഭിക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, ടിഷ്യൂസ്, ചാർജർ, പവർ ബാങ്ക്, ലാപ്ടോപ്പ് കൂടി വെക്കാം. ലോണ്ടറി ബാസ്ക്കറ്റ്. ഈ ഒരു ബാഗിൽ മൊത്തം ഞാൻ ക്ലോത്ത്സ് ആണ് വെക്കുന്നത്. ഫുൾ കൊണ്ടാ മതിയായിരുന്നു. എന്നോട് കുറച്ച് ക്ലോത്ത്സ് എടുത്താൽ മതി എന്നാ ഇൻസ്ട്രക്ഷൻ. പിന്നെ അവിടെ ചെന്ന് എന്തായാലും വാങ്ങാലോ. അടുത്ത സ്യൂട്ട് കേസിൽ കാർഡ്ബോർഡ് വെക്കാം. ആൻഡ് മൈ ഫേവറേറ്റ് പില്ലോ. പിന്നെ ടോയ്ലറ്ററി ബാസ്ക്കറ്റിൽ എന്തെല്ലാം വെക്കുന്നതെന്ന് പറഞ്ഞുതരാം. ബ്രഷ്, സോപ്പ് പൊടി, സോപ്പ്, ഷാംപൂ, കണ്ടീഷണർ ആൻഡ് മൗത്ത് വാഷ്. ഇത് കുറച്ച് ക്ലോത്ത് ക്ലിപ്സ് ആണ്. പിന്നെ ബെഡ്ഷീറ്റ്സ്. സെറ്റ് സ്ക്വയർ ഒക്കെ വേണമെന്ന് പറയുന്നുണ്ട്, അറിയില്ല, എന്തായാലും എടുത്തു വെക്കാം. പിന്നെ എന്റെ ബെഡിൽ വെക്കാൻ ഒരു കുഞ്ഞി സോഫ്റ്റ് ടോയ്. ഈ കാലിപ്പെട്ടിയിൽ എന്റെ സിൽവർ ജ്വല്ലറീസ്, അത്തർ, കീ ചെയിൻ, വാച്ചസ്, പൊട്ട്, അങ്ങനത്തെ അല്ലറ ചില്ലറ സാധനങ്ങളാണ് വെക്കുന്നത്. എനിക്ക് വേപ്പറൈസർ ഇസ് എ മസ്റ്റ്. എപ്പോഴാ അലർജി ട്രിഗർ ആവാന്ന് പറയാൻ പറ്റൂല. പിന്നെ കുറച്ച് ക്ലോത്ത് ബാഗ്സ് ഓൾസോ വെക്കുന്നുണ്ട്.
സോർട്ടഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പ്ലേറ്റ്, ഗ്ലാസ്, സ്പൂൺ, ഫോക്കൊക്കെ അവിടെ ഇതൊക്കെ ഉണ്ടാവും. എന്നാലും ഇന്നവേഴ്സ് ഒക്കെ ഒരു ബാഗിലാക്കിയിട്ടുണ്ട്. പിന്നെ സോക്സ്, ബാഗ്സ് ഒക്കെ, വീട്ടിലിടുന്ന സ്ലിപ്പേഴ്സ്, ഇതൊക്കെ കേട്ടോ അത്ര ഷോപ്പിൽ നിന്ന് വാങ്ങിയേ. ജീൻസ് ഒന്നും അതിൽ കൊണ്ടില്ല, സോ ഇതിലേക്ക് ഇടാം. എക്സ്ട്രാ പെയർ ഓഫ് ക്രോക്സ്. ഉഫ്, കഴിഞ്ഞ്. നടുവൊക്കെ ഒരു പരിവായിട്ടുണ്ട്. വീഡിയോന്റെ ലെങ്ത് ഒന്നും നോക്കണ്ട, ഒരു ഫുൾ ഡേ എടുത്തിട്ടാ പെട്ടിയെല്ലാം പാക്ക് ആക്കിയേ. അപ്പൊ ബാക്കി കോളേജ് വീഡിയോസിനും അപ്ഡേറ്റ്സിനൊക്കെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഇപ്പോഴത്തേക്ക് ബൈ.